ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറുക്ക് കാളൻ്റെ റെസിപ്പി വീഡിയോ ആണ് കേട്ടോ. സദ്യ സ്പെഷ്യൽ കുറുക്ക് കാളൻ്റെ റെസിപ്പി വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടന്നാലോ. അപ്പോൾ ആദ്യം നമുക്ക് അതിലേക്ക് ഒരു പാത്രം അടുപ്പത്തേക്ക് വെച്ചിട്ട് വേവിക്കാനുള്ളൊരു കടികട്ടിയുള്ളൊരു പാത്രം വെക്കാം കേട്ടോ. അതിലേക്ക് നമ്മൾ ഈ വലുപ്പത്തിൽ ചേന, ഞാനിവിടെ ഒരു 100 ഗ്രാം ചേന എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കായമാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അത് ഈ വലുപ്പത്തിൽ അരിഞ്ഞെടുക്കുക കേട്ടോ. അരിഞ്ഞിട്ട് നമുക്കിത് രണ്ടും വേവിക്കാനുള്ള പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. കഷ്ണം ഇച്ചിരി വലുപ്പത്തിൽ തന്നെ അരിയണം, അല്ലെങ്കിൽ ഇതിങ്ങനെ ചെറിയ കഷ്ണമായിട്ടുള്ള വലിയ കഷ്ണമായിട്ട് തന്നെ നമ്മളിത് അരിയണം കേട്ടോ. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇത് രണ്ടും വേകാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതേപോലെ തന്നെ ഒരു ടീസ്പൂൺ നമ്മൾ കുരുമുളക്, നല്ല എരിവുള്ള കുരുമുളകാണ്, ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് വേവിക്കാൻ വെക്കാം കേട്ടോ. കഷ്ണങ്ങളൊരു 15 മിനിറ്റ് നമ്മൾ അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ. ഇനി നമ്മൾ കഷ്ണങ്ങൾ കുക്കറിലാണ് വേവിക്കണമെന്നുണ്ടെങ്കിൽ ഒരു 2 വിസിൽ വിളിച്ചിട്ട് തുറന്ന് എടുത്താൽ മതിയാവും. അപ്പോൾ നമ്മൾ ഇത് കറക്റ്റായിട്ട് അടച്ച് വെച്ച് വേവിച്ചിട്ട് കഷ്ണം നല്ലോണം വെന്തിട്ട് വേണം നമ്മളിതിൽ തൈര് ചേർക്കാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ കഷ്ണം വേകാത്ത പോലെ ഇങ്ങനെ കിടക്കും. അപ്പോൾ നല്ലോണം കഷ്ണങ്ങൾ വേവണം. ഈ ടൈമിൽ നമുക്ക് അരപ്പ് റെഡിയാക്കാം. അതിലേക്ക് 1 കപ്പ് നാളികേരം എടുത്തിട്ടുണ്ട്. അത് 2 പച്ചമുളകും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞളും കൂടി ചേർത്തിട്ട് നല്ലോണം അരച്ചെടുക്കണം. മഷിപ്പരുവത്തിൽ അരയ്ക്കാമെന്നൊക്കെ അറിയാം. ഫൈനായിട്ട് അരച്ചെടുക്കുക. അതേപോലെ നമുക്കിതിലേക്ക് തൈര് ആവശ്യമുണ്ട്. തൈര് നല്ല പുളിയുള്ള തൈരായിരിക്കണം കേട്ടോ. പുളിയില്ലാത്ത തൈര് ഇതിന് എടുക്കരുത്. 250 ml മെഷറിങ് കപ്പിൽ ഒരു 1.5 കപ്പ് തൈര് ഇവിടെ എടുക്കുന്നുണ്ട്. തൈര് നമ്മളൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇതിൻ്റെ കട്ടകൾ ഉടച്ച് എടുക്കുക കേട്ടോ. പുളിയില്ലാത്ത തൈര് ഉപയോഗിക്കരുത്, പുളിയുള്ള തൈര് തന്നെ വേണം, ശ്രദ്ധിക്കുക കേട്ടോ. അത് നമ്മൾ മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ച് ഒന്ന് പൾസ് ചെയ്തെടുത്താലും മതി. അല്ലാന്നുണ്ടെങ്കിൽ വിസ്ക് കൊണ്ട് നല്ലോണം ഇളക്കിയിട്ട് ഇതിൻ്റെ കട്ടകളൊന്ന് ഉടച്ച് അതും മാറ്റി വയ്ക്കുക കേട്ടോ. ശരിക്കും ഇതിന് തൈര് തലേദിവസം ഉറവൊഴിച്ച് നല്ലോണം പുളിച്ച് പിറ്റേ ദിവസം നല്ലോണം പുളിച്ച് വരുന്ന തൈരാണ് കുറുക്ക് കാളന് ഏറ്റവും നല്ലത്, നല്ല കട്ട തൈര്. അപ്പോൾ നമ്മുടെ കഷ്ണങ്ങൾ ഇവിടെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ കഷ്ണങ്ങൾ വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ ചാറൊന്ന് വറ്റിച്ചെടുക്കണം. അതായത് നല്ലോണം വറ്റി കുറുകി വരണം. നല്ലോണം കുറുകി വന്നതിന് ശേഷമാണ് നമ്മളിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കുക കേട്ടോ. അതായത് ഈ വെള്ളം വറ്റി ഇതിങ്ങനെ ഈ ഒരു പരുവത്തിൽ കിട്ടണം. എന്നിട്ട് നമുക്കിതിൽ ഈ ടൈമിലാണ് നമ്മൾ ഉടച്ച് വെച്ചിരിക്കുന്ന തൈര് ചേർത്ത് കൊടുക്കേണ്ടത്. തൈര് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫ്ലെയിം വളരെ ലോയിൽ വയ്ക്കുക. ഏറ്റവും ലോയിൽ വെച്ചിട്ട് വേണം തൈര് ചേർത്ത് കൊടുക്കാൻ. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തൈര് ചേർക്കരുത്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ ഈ തൈര് ചേർത്ത് കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം കൂട്ടി വയ്ക്കണമെങ്കിൽ വയ്ക്കാം, കുഴപ്പമൊന്നുമില്ല. നമ്മൾ തൈര് ചേർക്കുന്ന ടൈമിൽ ഫ്ലെയിം കുറച്ച് വയ്ക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് പിരിഞ്ഞ് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെ ഇളക്കി നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എല്ലായിടത്തും ഇത് എത്തിക്കഴിഞ്ഞിട്ട് നമുക്കിത് ഈ തൈര് വറ്റിച്ചെടുക്കണം. കഷ്ണങ്ങളിൽ കിടന്ന് വെന്ത് തൈര് ഒന്ന് വറ്റി നേരത്തെ കുറുകിയതുപോലെ തന്നെ ഇതും ഈ തൈരും കുറുകി വരണം. തൈര് ഇങ്ങനെ കുറുക്കിയെടുക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഈ കറി ഒരാഴ്ച വരെ പുറത്ത് സൂക്ഷിക്കാൻ പറ്റും, കേടുകൂടാതെ. 1 മാസം വരെ ഫ്രിഡ്ജിലും കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റും കേട്ടോ. തൈര് നല്ലോണം വറ്റി കുറുകി വന്നിട്ടുണ്ട്. ഈ ടൈമിൽ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നാളികേരം ചേർത്ത് കൊടുക്കുക കേട്ടോ. നാളികേരം ചേർക്കുമ്പോഴും ഫ്ലെയിം കുറച്ച് വയ്ക്കുക, ലോയിൽ വെച്ചിട്ട് ചേർത്ത് കൊടുക്കുക, നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. നാളികേരം ചേർത്തിട്ടൊരു 5 മിനിറ്റ്സ് നമുക്കിത് കുക്ക് ചെയ്താൽ മതിയാവും. ഹൈ ഫ്ലെയിമിൽ വെക്കേണ്ട കേട്ടോ. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുക. നമ്മുടെ അരപ്പൊന്ന് വേകുന്ന വരെ കുക്ക് ചെയ്തെടുക്കുക. ഒരു 5 മിനിറ്റ്സ് മതിയാവും. അപ്പോൾ ഇതിങ്ങനെ വെന്ത് കുറുകി തിള തെറിക്കാൻ തുടങ്ങും. ആ ഒരു സ്റ്റേജ് എത്തുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം കേട്ടോ. ഇതൊരു കുറുകിയ ടൈപ്പ് കറിയാണ്. അപ്പോൾ നമുക്ക് ആ ഒരു സ്റ്റേജ് എത്തുമ്പോഴേക്കും നമ്മുടെ കറി ഏകദേശം റെഡി ആയിട്ടുണ്ടാവും. ഉണ്ടോ ഈ ഒരു പാകം എത്തുമ്പോൾ നമുക്ക് കറി ഓഫ് ചെയ്ത് കൊടുക്കുക. ഓവറായിട്ട് പിന്നെയും വറ്റിക്കേണ്ട, കുറുകി പോകും ഭയങ്കരമായിട്ട്. നമുക്ക് ഇനി ഇതിലേക്ക് വറവിട്ട് കൊടുക്കുക, നോർമൽ ഇടുന്ന വറവ്. അതേപോലെ നമുക്കിതിലൊരു 1/4 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുക. അത് ഈ വറക്കുന്ന ആ വെളിച്ചെണ്ണയിൽ ചേർത്ത് കൊടുത്താൽ മതി. അതേപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ വറുത്ത് പൊടിച്ച ഉലുവയുടെ പൊടി അത് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ, വറവിടുന്നതിന് മുമ്പ്. പിന്നെ നോർമൽ വറവിടുക, കടുക്, കറിവേപ്പില, വറ്റൽമുളക് ഇത്രയും ചേർത്ത് വറവിട്ട് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ കുറുക്ക് കാളൻ്റെ റെസിപ്പി എന്ന് പറയുന്നത്. ഈ കാളെന്ന് പറയുന്നത് നമുക്ക് ഒരാഴ്ച വരെ ഫ്രിഡ്ജിൽ വെക്കാതെ ഉപയോഗിക്കാൻ പറ്റും. ഫ്രിഡ്ജിൽ വെക്കുവാണെങ്കിൽ 1 മാസം വരെ ഈ കറി ഇരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക,
ഷെയർ ചെയ്യുക. അതേപോലെ നിങ്ങളുടെ കമൻറ്റുകളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയാം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.